ടെൻഷനും സ്ട്രെസ്സും ഒന്നും ലൈഫിൽ അനുഭവിക്കാത്തവരായിട്ട് ചുരുക്കം ചിലരെ ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ ഓരോ ആൾക്കാരും അവരുടെ ടെൻഷൻ സ്ട്രെസ്സ് കാണിക്കുന്ന മെത്തേഡ്സ് വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് വ്യത്യസ്ത രീതിയിലാണ് ഉള്ളത്. ആസ് പെർ സൈക്കോളജി മെയിൻലി 4 രീതിയിലുള്ള സ്ട്രെസ് മോഡ്സ് അല്ലെങ്കിൽ സ്ട്രെസ് ലാംഗ്വേജസ് ആണ് ഉള്ളത്. ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് ഫൈറ്റ് അല്ലെങ്കിൽ ഓവർ റിയാക്റ്റീവ് മോഡാണ്. ഇങ്ങനെയുള്ള ഒരു മോഡിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഐ ആം റൈറ്റ്, യു ആർ റോങ് എന്നുള്ളതാണ്. അപ്പോൾ അവരെപ്പോഴും ഭയങ്കരമായിട്ട് ഷോ ഓഫ് ചെയ്യുന്ന ഒരു ആങ്കർ പേഴ്സൺസ് ആയിരിക്കും. അവർ കൂടുതലായിട്ട് വയലൻ്റ് ആയിട്ട് ഷൗട്ട് ചെയ്യുക, പഞ്ച് ചെയ്യുക, ഒരിക്കലും അവരുടെ തെറ്റാണ് എന്നവർ അക്സെപ്റ്റ് ചെയ്തില്ല. ഒരു വലിയൊരു ബഹളം ഉണ്ടാക്കി അവരുടെ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്കർ കാണിക്കുന്നവരാണ് ഈ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഓവർ റിയാക്റ്റീവ് മോഡിലുള്ള ആൾക്കാർ. നെക്സ്റ്റ് മോഡ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് മോഡാണ്. നമുക്കറിയാം നമ്മുടെ ഫോണിലൊക്കെ ഉള്ള പോലെ ഒരു ഫ്ലൈറ്റ് മോഡ്. ഈ ഫ്ലൈറ്റ് മോഡിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം അവർ ആ സിറ്റുവേഷനിൽ നിന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ സർഗാസം അല്ലെങ്കിൽ ഹ്യൂമറൊക്കെ പറഞ്ഞ് ആ ടെൻഷനെ റിലീവ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണ് ഫ്ലൈറ്റ് മോഡിലുള്ളത്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ് എൽസ്, ലെറ്റ്സ് ഡു സംതിങ് എൽസ് എന്ന് പറഞ്ഞ് അവരുടെ ടെൻഷൻ, അവരുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ നോക്കുന്ന ആൾക്കാരാണ് ഈ ഫ്ലൈറ്റ് മോഡിലുള്ള ആൾക്കാർ. നെക്സ്റ്റ് മോഡിലുള്ളവരാണ് ഫ്രീസ് മോഡ്. അതായത് എന്തെങ്കിലും ഒരു ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഫ്രീസ് ആവും. അവർ പിന്നെ ഒരു കാര്യവും ചെയ്യില്ല. അവർ മെന്റലി ആൻഡ് ഇമോഷണലി ഫ്രീസ് ആവും. അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. കംപ്ലീറ്റ്ലി സോഷ്യലി ഡിസ്റ്റന്റ് ആവും. അവരോട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പോലും നമ്മൾ ചിലപ്പോൾ എന്നുള്ള ആൻസേഴ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു മോഡിലോട്ട് പോകുന്നവരാണ് ഈ ഫ്രീസ് മോഡിൽ ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാർ. 4ാമത്തെ മോഡ് എന്ന് പറയുന്നത് ഫോൺ മോഡാണ്. ഈ ഫോൺ മോഡിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കൊരിക്കലും അവരുടേതായ ഒപ്പീനിയനോ അവർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാനോ പറ്റാത്ത ആൾക്കാരാണ്. ഒരു ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനോട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്താണ് ശരി എന്നാൽ പോലും എപ്പോഴും അപ്പോളജി പറഞ്ഞുകൊണ്ടിരിക്കുക, പ്ലീസ് പറയാ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഫോൺ മോഡിലുള്ളവർ. അവർക്കൊരിക്കലും അവരുടെ ശരികൾ പറയാൻ പറ്റാറില്ല. അവർക്കൊരിക്കലും മറ്റുള്ളവരുടെ തെറ്റാണെങ്കിൽ പോലും അതിന് ഇവർ അപ്പോളജി പറയും. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഫോൺ മോഡിലുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് തരത്തിലുള്ള സ്ട്രെസ് മോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് മോഡ്സ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ ഏത് രീതിയിലാണ് സ്ട്രെസ് വരുമ്പോൾ റിയാക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം അത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് മോഡ്സ് ഒക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ വേറൊരാളുടെ സ്ട്രെസ് മോഡ് ഏതാണ് എന്ന് മനസ്സിലാക്കാനും പറ്റും. സ്ട്രെസ് ഒരിക്കലും നമുക്ക് നമ്മുടെ ശരീരത്തിനോ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഈ ഒരു മോഡുകളിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അവരുടെ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനുള്ള ഫുൾ വീഡിയോ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ.